അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഏതൊരു മനുഷ്യനിക്കും ഏതൊരു ശരീരത്തിനും മരണം രുചിക്കുക തന്നെ ചെയ്യും. മരണം രുചിച്ചു നോക്കാത്തൊരു ശരീരവും അള്ളാഹു ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ വേദനയോടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ജാസിയ ആഷിഖ് എന്ന് പറയുന്ന സഹോദരി വളരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകി ആ പൊന്നുമോള് യാത്രയായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോൾക്ക് പുറത്തു കൊടുക്കട്ടെ. ആ പൊന്നുമോൾ ഈ ദുനിയാവിൽ ആ പൊന്നുമോൾക്ക് അള്ളാഹു നൽകിയ രോഗത്തിന് സഹിച്ച വേദനകൾക്ക് അള്ളാഹു വലിയ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ പൊന്നുമോൾ സഹിച്ച വേദനയുടെ ഖദർ ഖലാഅ് അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോളുടെ ഓരോ പാവങ്ങളും അള്ളാഹു നീക്കിക്കളയട്ടെ. ഈ ദുനിയാവിൻ്റെ സാഹചര്യങ്ങൾ പെട്ടുകൊണ്ട് വല്ല തെറ്റുകുറ്റങ്ങൾ അവിടുന്ന് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ആ പൊന്നുമോളെ നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. അങ്ങനെയാണ് സഹോദരന്മാരെ, മരണം ആർക്കും ഏതൊരു ശരീരത്തിനും മരണമുണ്ടാവും. ഞാൻ നേരത്തെ ഓതിയിലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഏത് ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരിക്കുമ്പോൾ ആഖിബത്ത് നന്നായി പാവം പൊറുപ്പിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് നിമിഷവും പടച്ച റബ്ബിൻ്റെ അലംഘനീയമായ ആ വിധിക്കുത്തരം നൽകേണ്ടവരാണെന്ന ബോധത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമാകുന്നത്, യഥാർത്ഥ വിശ്വാസിയാകുന്നത്, കരുണയുള്ളവരാകുന്നത്, ദേഷ്യമില്ലാത്തവരാകുന്നത്, പാവങ്ങൾ ചെയ്യാത്തവരാകുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബിന് ഏത് നിമിഷവും മരണം, മലക്കുൽ മൗത്ത് അസ്റാഈൽ നമ്മുടെ മുന്നിലേക്ക് വരുമെന്നുള്ള ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാവണം. എപ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുക, എപ്പോഴാണ് പടച്ച റബ്ബിൻ്റെ വിധിക്ക് ഉത്തരം നൽകുക ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ കളിയും ചിരിയും നമ്മുടെ തമാശയൊക്കെ നമുക്കൊരു നേരത്തെ അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നായി മരിക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വമാ ഖലഖത്തുൽ ജിന്ന ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്ന് വർഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചെടുത്തതിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാ, അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനാ. അതുകൊണ്ട് മനുഷ്യനെന്ന വർഗം, അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ, റസൂലുള്ളാഹിൻ്റെ ഉമ്മത്താവുന്ന നമ്മൾ വെറുതെ ചിരിക്കാനോ മതിക്കാനോ കളിക്കാനോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാനല്ല അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹ് പറയുന്നത്. ഏതൊരു മനുഷ്യനും ആ വിധി കടന്നു വരും. അതുകൊണ്ട് പാവങ്ങൾ പൊറുപ്പിച്ച് ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.